യുക്രൈനെതിരായ ആക്രമണം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉറപ്പ് നൽകിയതായി ഡൊണാൾഡ് ട്രംപ്. അതിശൈത്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. വൈദ്യുതോൽപാദന കേന്ദ്രങ്ങൾ നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ തടസ്സപ്പെട്ടാൽ വൻ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നും ട്രംപ് പറഞ്ഞു. യുക്രൈനെതിരായ സൈനിക നീക്കങ്ങൾ ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാമെന്ന് പുടിൻ സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കടുത്ത ശൈത്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ദുരിതമിരട്ടിയാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ബോധ്യപ്പെടുത്തിയതായും ട്രംപ് അവകാശപ്പെട്ടു. Between Zelensky and Putin, tremendous hatred. I mean, it's a shame, but it's taken longer than we thought. I did call up President Putin, and he's agreed. He's put it out too. They have the same cold wave that we do. Maybe different because it's pretty far away, but it's the equivalent. And Ukraine's a very cold country. It's much colder than us. It's colder than they say. On average, it's Canada or colder. And on top of that, they have a tremendous cold wave. Then I asked him if he wouldn't shoot for a period of 1 week, no missiles going into Kiev or any other towns, and he's agreed to do it. So it's something. തകർന്ന വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളിൽ അടിയന്തരമായ അറ്റകുറ്റപ്പണികൾ നടത്തുകയാണ്. ഈ സാഹചര്യത്തിലാണ് ആക്രമണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതെന്നും ട്രംപ് അറിയിച്ചു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടലിനെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സ്വാഗതം ചെയ്തു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റഷ്യൻ ആക്രമണത്തിൽ യുക്രൈനിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.